ഇൻസ്പെക്ടർ നമ്മുടെ താവളത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാളെ തടയാൻ നോക്ക്, ഇല്ലെങ്കിൽ എന്റെ പ്ലാൻ മുഴുവൻ പൊളിയാൻ സാധ്യതയുണ്ട്. വേഗം വണ്ടി തിരിക്കാൻ. ദേ ഒരു പാറ നമ്മുടെ നേരെ വരുന്നത് കണ്ടല്ലേ? നീ വേഗം വണ്ടി തിരിക്കേ വേണറാം. വേഗം സ്പീഡ് കൂട്ട വേണറാം. വേഗം സ്പീഡ് കൂട്ടേ. വേണ്ട ഓടിക്കോ പേടാറാം, വേഗം ഓടിക്കോ. അതെ പേടാറാം, ഞാൻ നിന്നോട് ഇറങ്ങി ഓടാനല്ല പറഞ്ഞത്, ആ വണ്ടി വേഗത്തിൽ ഓടിക്കാനാ പറഞ്ഞത്. ലഡ്സിംഗ് സാറേ, നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ അകത്തേക്ക് പോയിട്ട് അതിന്റെ രഹസ്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ. ഈ കുട്ടി എന്താ ഈ ചെയ്യുന്നത്? അവൻ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണ്? എന്റെ സംശയം വളരെ ശരിയായിരുന്നു. ഈ വോൾക്കനോ ബ്ലാസ്റ്റ്, എർത്ത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. എവിടെ അകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ നോക്കി നിൽക്കുന്നത്? അവനെ വേഗം കൊന്നു കളയ. അവൻ ഫോണിലൂടെ ആരോടോ എന്തൊക്കെയോ പറയുന്നു. കുട്ടി, നിനക്ക് ഇവിടെ എന്താ കാര്യം? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഡോക്ടർ എത്വിക്, നിങ്ങളോ? നിങ്ങളുടെ ഇന്റർവ്യൂ ഞാൻ ടിവിയിൽ കണ്ടതാണല്ലോ. അങ്കിൾ, ഇതൊക്കെ ഫേക്ക് ആയിരിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇനി ഒരു കാര്യം പറയൂ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാനെല്ലാം തോന്നുന്നു പറയാം. കാരണം നീ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പോകുന്നില്ല, അറിയോ? ഓ, അപ്പൊ ഇതാണല്ലേ കാര്യം. നിങ്ങളുടെ ഈ എർത്ത് മെഷീൻ മുഖേന ഈ ലോകം മുഴുവനും ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ ഭരിക്കാമെന്ന് വിചാരിച്ചല്ലേ? പക്ഷെ നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും പൂർത്തിയാവില്ല. എന്തുകൊണ്ട് പൂർത്തിയാവില്ല? എന്നെ തടയാൻ ആരാ ഉള്ളത്? പറ. ഞാനുണ്ടല്ലോ, നിങ്ങളെ തടയാനായിട്ട് ഞാൻ ഒരുത്തൻ മതി. നീ എന്നെ തടയുമെന്നോ? ഹലോ അങ്കിൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടിയെന്ന് എന്നെ വിളിക്കരുതെന്ന്. ശിവ എന്നാണ് എന്റെ പേര്.
എന്താണ് മേടിച്ച് നോക്കിയിരിക്കുന്നേ? പോയി പിടിക്കണ അവനെ, കൊല്ലേ. പിടിക്ക്, ഓടി വന്ന് പിടിക്ക. അങ്കിൾ എന്ത് പറ്റി? ഈ പാറ എന്റെ അടുത്തേക്കാ വരുന്നത്. വേണ്ട, എന്റെ അടുത്ത് വരരുത്. അതാരെങ്കിലും തടയണേ. വേണ്ട, ഒന്ന് നിൽക്കുന്നുണ്ടോ? എല്ലാരെയും ഒന്ന് ഇറക്കി വിടണേ. വേടാ, ഒന്ന് തടയേ, വേഗം വന്നേ. തടയാനില്ല പറഞ്ഞത്. ഞങ്ങള് തോൽവി സമ്മതിച്ചിരിക്കുന്നു. പ്ലീസ് ഞങ്ങളെ താഴെ ഇറക്ക് പ്ലീസ്. ശരി അങ്കിൾ, തോറ്റെന്ന് പറഞ്ഞത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ താഴെ ഇറക്കാം. ഇത് കുട്ടിയാണോ ഇല്ല കുട്ടി ചാത്തനാണോ? കുട്ടീന്ന് വിളിക്കില്ല സാർ, പൊതിരെ തല്ല് കിട്ടും സാർ. മുന്നോട്ട് ഇനി വഴിയില്ല, ടണൽ ഇവിടം വരെ ഉള്ളൂ. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ വലിയൊരു സയന്റിസ്റ്റ് ആണ്. നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല ചക്ക. നിനക്കറിയോ, ഞാൻ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ രാജ്യം തന്നെ നശിപ്പിക്കും. വേഗം അവിടുന്ന് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് ഭൂകമ്പം ഉണ്ടാക്കി വേദ നഗരം മൊത്തം കത്തിച്ച് നശിപ്പിച്ച് കളയും. അങ്കിൾ, വെറുതെ ഇങ്ങനെ വാചകം അടിച്ചിട്ട് ഒരു കാര്യമില്ല. ലഡ്ഡു സിംഗ് സാറിന് എല്ലാ കാര്യങ്ങളും ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് ഇതെല്ലാം ഫേക്ക് ആണെന്ന്. ഇനി നിങ്ങളുടെ ഭൂകമ്പത്തിന് ഒരാൾ പോലും പേടിക്കില്ല. ഇപ്പൊ എന്റെ ഒപ്പം വരുന്നോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണോ? എന്നെയാണോ ഫൈറ്റിന് വിളിക്കുന്നത്? നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല. ഞാനൊരു സയന്റിസ്റ്റ് ആണ്, അല്ലാതെ ഫൈറ്റർ ഒന്നുമല്ല. നീ കുട്ടികളെ പോലെ ഇല്ലാത്തത് എന്താണ്? വല്ലാത്ത ശല്യവാ. സാറേ, കുട്ടീന്ന് വിളിക്കല്ലേ, പൊതിരെ തല്ല് കിട്ടുവേ. എന്താ കുട്ടി കുട്ടി പറയുന്നത്? വർഷങ്ങളോളം ഉള്ള എന്റെ ഈ കണ്ടുപിടുത്തമാണ് ഈ കുട്ടി നശിപ്പിക്കാൻ നോക്കുന്നത്. എന്റെ സ്വപ്നങ്ങളെല്ലാം കോളമാക്കി കളഞ്ഞു ഈ കുട്ടി. കമാൻഡോ സാർ, ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്യണം. എന്റെ ജീവിതം മുഴുവനുള്ള കഠിന പരിശ്രമം ഇവൻ ഇല്ലാതാക്കി. ലോകം മുഴുവൻ കൈയടക്കാനുള്ള എന്റെ ശ്രമം ഇവൻ തകർത്തു. ഇവനെ ഒരിക്കലും വിടാൻ പാടില്ല നിങ്ങൾ. ഇവനെ പിടിച്ച് ജയിലിലിട് സാർ. കുട്ടി 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 വീണ്ടും വീണ്ടും വിളിക്കൂടാ കുട്ടീന്ന്. കുട്ടീന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യൂടാ? കുട്ടി എന്താണ് നോക്കി നിൽക്കുന്നത്?
എന്നിട്ട് ആയിരുന്നാണോ കുട്ടി എന്ന് വിളിക്കും. ഞാൻ നിന്നെ പകരം വീട്ടുപടാ കുട്ടി. ഇപ്പൊ എന്താണ് മേച്ച് നോക്കുന്നത്? എന്നെ വന്ന് തള്ളടാ കുട്ടി. കുട്ടി എന്നല്ലാതെ വേറെ എന്താണ് ആൾക്കാർ പറയാ? അതിന് ഇത്രയും ദേഷ്യപ്പെടാൻ എന്താ അങ്കിൾ ഉള്ളത്? ഇവനിപ്പോ എന്താ ഈ പറയുന്നത്? ആദ്യം കുട്ടീന്ന് വിളിച്ചപ്പോ എന്നെ പിടിച്ച് തള്ളി. ഇപ്പൊ ഇവൻ പറയുന്നു കുട്ടീനെ കുട്ടീന്ന് വിളിക്കാതെ പിന്നെ എന്താ ചെയ്യാന്ന്. ഈ കുട്ടി ഞാൻ വെറുതെ വിടില്ല. ഇവനെ ഞാൻ കൊന്നുകളയും. പൊരുത്തം കേട്ട കുട്ടി. ശരി, ജയിലിലേക്ക് പോയിട്ട് ആലോചിച്ച് പറഞ്ഞോ ശിവേൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞത് നിനക്ക് വല്ലതും മനസ്സിലായ? യു ആർ അണ്ടർ അറസ്റ്റ്. വേഗം നടക്ക്. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഏറ്റവും വലിയ രഹസ്യമാണ് ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത്. അറിയോ നിനക്ക്? ഇങ്ങനൊന്നും ആർക്കും ആലോചിക്കാൻ ബുദ്ധി ഉണ്ടാവില്ല. ആ